വളരെ കുറച്ച് എണ്ണ ഉപയോഗിച്ച് ആവിയിൽ വേവിച്ചെടുത്ത നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അവൽ ഉപയോഗിച്ചാണ്. 1 കപ്പ് അവൽ ഞാനിവിടെ ഒരു ബൗളിൽ ഇട്ടിട്ടുണ്ട്. അതാദ്യം 2-3 പ്രാവശ്യം നല്ലപോലെ കഴുകിയെടുത്ത് വെള്ളമൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 കപ്പ് ഫ്രഷ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. പുളിയില്ലാത്ത തൈര് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. റവ നിങ്ങൾക്ക് വറുത്തതോ വറക്കാത്തതോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. 10 മിനിറ്റാണ് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. റെസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ചധികം മല്ലിയിലയും 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ടി വരില്ല. ആ ഒരു തൈരിൻ്റെ പറ്റിൽ തന്നെ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഏത് പാത്രത്തിലാണോ ആവി കയറ്റിയെടുക്കാൻ വേണ്ടി പോകുന്നത് ആ ഒരു പാത്രം നന്നായിട്ട് എണ്ണ തടവി എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്തതിന് ശേഷം കയ്യിൽ വെച്ച് ഒന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു രീതിക്കോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പ് വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. ഇത് ഇതുപോലെ ആ ഒരു പാത്രത്തിൽ നിരത്തി വെക്കാം. ഒന്നിനു മുകളിൽ ഒന്നായിട്ട് വെച്ചാലൊന്നും കുഴപ്പമില്ല. ഇനി ഇത് ആവി കയറ്റി എടുക്കാനാണ് പോകുന്നത്. സ്റ്റീമർ നേരത്തെ വെള്ളമൊഴിച്ച് ആവി വരാൻ വേണ്ടി വെച്ചിരുന്നു. ആവി നല്ലപോലെ വന്നതിന് ശേഷം ഈ ഒരു പാത്രം ഇറക്കി വെക്കാം. ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നേരം നല്ലപോലെ തന്നെ ആവി കയറ്റി എടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതൊക്കെ നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചൂട് നല്ലപോലെ ആറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ചൂട് നല്ലപോലെ ആറി വന്നതിന് ശേഷം മാത്രം ഇളക്കിയെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, ഈസി ആയിട്ട് തന്നെ നമുക്ക് അടർത്തിയെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇതുപോലെ എല്ലാം തന്നെ ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനായിട്ടൊരു വറവ് കഴിക്കുന്നുണ്ട്. അതിനായിട്ടൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ സാധാരണ ജീരകം ചേർക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ വെളുത്ത എള്ളാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മാഗി മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. മാഗി മസാല ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് സാമ്പാർ പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഒരുപാട് നേരം സോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ഒരു മസാലയിൽ കവർ ചെയ്തെടുത്താൽ മാത്രം മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാൻ വേണ്ടി പറ്റിയ നല്ലൊരു പലഹാരമാണ്. സോസോ ചമ്മന്തിയോ ഉപയോഗിച്ച് നിങ്ങൾക്ക് സെർവ് ചെയ്യാവുന്നതാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്സ് ഒക്കെ പറയണേ.